പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിലേക്കുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIS +2 ഹ്യൂമാനിറ്റീസിന്റെ സോഷ്യോളജിയുടെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ്. ചാപ്റ്റർ 17 ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ചസ്, സാമൂഹ്യ മാറ്റത്തിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്ന അധ്യായത്തിലെ MCQ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു മാർക്കിന്റെ വിവിധ ക്വസ്റ്റ്യൻസും ആൻസറുകളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം ഓൾറെഡി 2024 വരെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ 2023 വരെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ പഴയ സിലബസ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. എന്നാൽ 2024 അതിനുശേഷം അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ പുതിയ സിലബസ് ആണ് ഫോളോ ചെയ്യേണ്ടത്. അവർ മൊത്തം പാഠഭാഗത്തിന്റെ 60% മാത്രം പഠിച്ചാൽ മതി. പഴയ വിദ്യാർത്ഥികളാണ് മുഴുവൻ ചാപ്റ്ററും പഠിക്കണം. അതേപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണുകളും മാറിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ് 1 വേർഡ് ആണ്. അത് നിങ്ങൾക്ക് പരമാവധി ഇംഗ്ലീഷിൽ തന്നെ എഴുതാൻ നോക്കുക. അത് കഴിഞ്ഞ് പിന്നെ 2 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ ഉണ്ടാവും. അത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എഴുതാവുന്നതാണ്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ പല ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടാവും, ട്രൂ ഓർ ഫാൾസ് ഉണ്ടാവും, മാച്ച് ദ ഫോളോയിങ് ഉണ്ടാവും, 1 വേർഡ് ആൻസർ ഉണ്ടാവും. ഇന്ന് നമ്മൾ കുറച്ച് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും 1-2 ട്രൂ ഓർ ഫാൾസ് ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്നത് ട്രഡീഷണൽ സൊസൈറ്റി വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഡാഷ് ലേബർ. പരമ്പരാഗതമായിട്ടുള്ള സൊസൈറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഏത് ലേബറാണ്? മാനുവൽ ലേബറാണ്. മാനുവൽ ഇന്നൊക്കെ ടെക്നോളജിയാണ്, പഴയ കാലത്തുള്ളത് മാനുവൽ ലേബറാണ്. രണ്ടാമത് പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ഈസ് ഫോർ ഡാഷ് ആണ്, പ്രോഫിറ്റ് ആണ്. പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്, ലാഭമാണ്. 3 പറയുന്നത് ഇൻഡസ്ട്രിയലൈസേഷൻ ആസ് ലെഡ് ടു ദി ഡെവലപ്മെന്റ് ഓഫ് ഡാഷ് മാർക്കറ്റ് ആണ്. ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത് വേൾഡ് മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് എന്നതാണ്. 4 സതി വാസ് ബാൻഡ് ഇൻ ഡാഷ് ആണ്. സതി എന്ന് പറയുന്നത് 1829 ബാൻ ചെയ്തത്. 5 ആർട്ടിക്കിൾ ഡേഷ് ഓഫ് ദി ഇന്ത്യൻ വാസ് അബോളിഷ്ഡ് അൺടച്ചബിൾ. ആർട്ടിക്കിൾ 17 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അബോളിഷ്ഡ് അൺടച്ചബിൾ. 6 ഇലക്ഷൻ ഇൻകുഗേറ്റഡ് എ സെൻസ് ഓഫ് ഡേഷ് എമംഗ് ദി സിറ്റിസൺസ് ആണ്. റെസ്പോൺസിബിലിറ്റി ആണ് വരുന്നത്, അധികാര ഉത്തരവാദിത്തങ്ങളാണ് വരുന്നത്. പിന്നെ 1-2 ട്രൂ ഓർ ഫാൾസ് ആണ്, ശരിയോ തെറ്റെന്നുള്ളതാണ്. വിത്ത് ഇംപ്രൂവ്ഡ് മെഡിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് സാനിറ്ററി കണ്ടീഷൻ. മെഡിക്കൽ ഫെസിലിറ്റീസും അതേപോലെ തന്നെ സാനിറ്ററി കണ്ടീഷനും പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതാണ്, അത് ശരിയാണ്. ഡിക്ലൈൻ ദി ബർത്ത് റൈറ്റ് വുഡ് ആൾസോ ലോവർ ദി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആണ്. ബർത്ത് റൈറ്റ് കുറയുന്നത്, ജനനനിരക്ക് കുറയുന്നത് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കുറയും എന്നുള്ളതാണ്, അത് ഫാൾസ് ആണ്. ഇത്രയാണ് നമ്മൾ 1 വേർഡ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി ഇതേപോലെ വരുന്ന വീഡിയോസിൽ നമ്മൾ വിവിധ തരം ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. സോഷ്യോളജി മാത്രമല്ല മറ്റുള്ള വിഷയങ്ങളുടെ ക്ലാസ്സുകളും അതേപോലെ തന്നെ NIS SSLC +2 അഡ്മിഷൻ, അതേപോലെ തന്നെ വിവിധ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി PG അഡ്മിഷനൊക്കെ വളരെ കുറഞ്ഞ ഫീസിൽ നമ്മുടെ ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിൽ നമ്മൾ നൽകുന്നുണ്ട്. അഡ്മിഷന് വേണ്ടിയിട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.